ജേക്കബ് ജോർജ്, ഈ സംഭവ വികാസങ്ങളുടെ ഒക്കെ തുടക്കവും അതിൻ്റെ മുന്നോട്ട് പോക്കുമൊക്കെ കാണുന്നുണ്ടാകുമല്ലോ. ശശി തരൂർ ശരിയാണ്, കോൺഗ്രസ് ഒരു വലിയ രാഷ്ട്രീയ മുഖമായി വിശ്വപൗരനായി, ഇപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു വിളിപ്പേരുണ്ടാകുന്നത് കോൺഗ്രസ് അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുമ്പോൾ, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി ഇവിടെ കൊണ്ടുവരുമ്പോഴൊക്കെ കൃത്യമായി അത് പ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ്. അതിനുശേഷം പതിറ്റാണ്ടുകൾ കടന്നു പോവുകയാണ്. ഒരു പാർട്ടിയുടെ ചിട്ടവട്ടങ്ങളെ മനസ്സിലാക്കുന്ന, ഇലക്ഷനിൽ നിൽക്കുകയും പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരന്റെ ചട്ടക്കൂടിലേക്ക്, പാർട്ടി നിലപാട് അറിഞ്ഞ് പ്രവർത്തിക്കേണ്ട ഒരാളുടെ ഒരു ശൈലിയിലേക്കൊക്കെ തരൂർ ഇനിയും കടന്നു വരാൻ വൈകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എത്രത്തോളം നന്നായി പോകും കോൺഗ്രസിന്? ശരിക്കും ശശി തരൂരിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പാർട്ടിക്കപ്പുറത്ത്, പാർട്ടിക്ക് അതീതനായിട്ട് പല കാര്യങ്ങളും പറയുക, പല കാര്യങ്ങളും ചെയ്യുക, പല ബന്ധങ്ങൾ ഉണ്ടാക്കുക, അത് ശശി തരൂരിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷേ ഇന്ന് കണ്ട് ശശി തരൂരിൻ്റെ കേരളത്തിലെ, പ്രത്യേകിച്ച് നമ്മളിപ്പം കേരളത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത്, കോൺഗ്രസിനെ സംബന്ധിച്ച കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിൻ്റെ പ്രസക്തി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് കേരളത്തിൽ കോൺഗ്രസ്സിന് മുന്നേറണമെങ്കിൽ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം പോരാ. ഞാൻ പറയട്ടെ, ഒരു ഒറ്റ ഉദാഹരണം പറയട്ടെ. പണ്ട് ആദ്യ സമയത്ത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാവണം എന്ന് ചോദിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരാണ് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ വൈഭവം, അദ്ദേഹത്തിൻ്റെ ബൗദ്ധികമായ ഔന്നത്യം, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേര് പറഞ്ഞിരുന്നു പലരും പല കേന്ദ്രങ്ങളിൽ നിന്നും. പക്ഷേ ആ പേര് മാറ്റിവെച്ചിട്ട് മഹാത്മാഗാന്ധി പറഞ്ഞത് ഇതാണ്, നെഹ്റുവിൻ്റെ പേരാണ്. അത് ഓർക്കണം. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആരായിരിക്കണം നേതാവ് എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കോൺഗ്രസിനകത്തെ കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ യോഗ്യനൊന്നുമല്ല. പക്ഷേ അത് കോൺഗ്രസ് നേതൃത്വം മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാധു. പക്ഷെ അവിടെ ഒരു ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ തരൂർ തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ കോൺഗ്രസിന് സമാഹരിക്കാൻ കഴിയുന്ന പാർട്ടി വോട്ടുകൾക്കപ്പുറത്തേക്ക് വോട്ടുകളുടെ ആവശ്യമുണ്ട് ഭരണത്തിൽ വരണമെങ്കിലെങ്കിൽ. എനിക്ക് കോൺഗ്രസിന് പുറത്തു നിന്ന് വോട്ട് കിട്ടുന്നുണ്ട്, എന്നെ ആളുകൾക്ക് എന്തോ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് വോട്ട് കിട്ടുന്നുണ്ട്. കോൺഗ്രസിന് വോട്ട് വേണം, എനിക്ക് വോട്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികമായും ഈ പറയുന്ന ആര് നയിക്കും, ആര് കസേരയിലിരിക്കും എന്ന ചർച്ചയിലും പട്ടികയിലും സ്വയം അവിടേക്ക് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം സാധാരണ ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ തരൂർ അങ്ങനെ ഒരു കളിക്ക് തയ്യാറാണ് എന്ന പ്രഖ്യാപനം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുക തന്നെയല്ലേ? അല്ല, തരൂർ അങ്ങനെ പറയരുതായിരുന്നു എന്നാണ് എൻ്റെയും പക്ഷം. ഒരു വലിയ സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒരിക്കലും ഞാനാണ് അതിനകത്ത് അഭികാമ്യനായിട്ടുള്ളത് എന്ന് പറയരുതായിരുന്നു. വേറെ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിനകത്തൊരു ഭംഗിയുണ്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട്. പക്ഷേ ഇവിടെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് ഒരു ഇതാണ് എന്ന് കണ്ട് കേരള രാഷ്ട്രീയത്തിൽ, കേരള സമൂഹത്തിൽ, രാഷ്ട്രീയത്തിനെ മറന്നിട്ട് കേരള സമൂഹത്തിൽ ശശി തരൂരിന് ഒരു വലിയ പ്രസക്തിയുണ്ട്. മാധു 2 തവണ പരാജയപ്പെട്ട കോൺഗ്രസ്സാണ്, ഐക്യജനാധിപത്യ മുന്നണിയാണ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അവിടെ ചോയ്സിന് വളരെ സാധ്യതകൾ കുറവാണ്. ജയിക്കുന്ന നേതാവ് ആര്? മുന്നണിയെ, കോൺഗ്രസിനെ ജയിപ്പിക്കാൻ ശേഷിയുള്ള നേതാവ് ആര്? ആ ചോദ്യത്തിന് തന്നെയാണ് പ്രസക്തി. അതിനകത്ത് നേതാക്കന്മാരല്ല, രാഷ്ട്രീയമല്ല ഘടകം. ഈ ഒരു വസ്തുത പ്രധാനമായിട്ടും കോൺഗ്രസ് നേതൃത്വം, ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം ഓർക്കേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ പക്ഷം. ശരി,